ഇന്ന് നമ്മോടൊപ്പം കരുണാസായി FM-ലെ പോക്കുവെയിലെ ശ്രോതാക്കളുടെ പ്രിയപ്പെട്ട രേഖ ടീച്ചർ. നമസ്കാരം. നമസ്കാരം. റേഡിയോ എന്ന മാധ്യമം ഉണ്ടാകുന്നു, അതിലൊരു പോക്കുവെയിൽ പോലെ ഒരു പരിപാടി ഉണ്ടാകുന്നു, പ്രേക്ഷകരുടേതായിട്ട് കൂട്ടുകൂടുന്നു. ഈ ഒരു ആഗ്രഹം, ഒരു ചിന്ത നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴെങ്കിലും ഒരു മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, കാരണം നമ്മൾ വളരെ കുഞ്ഞില് ഈ ഒരു സാങ്കേതിക വിദ്യ വികസിക്കുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ ഒരു വലിയൊരു കാര്യങ്ങൾ അറിയാനും ഒക്കെ ഉള്ളൊരു മാധ്യമമായിരുന്നു റേഡിയോ. പണ്ട് കാലങ്ങളിൽ കണ്ടതും കേട്ടതും പിന്നെ യുവവാണി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് ഇതായിരുന്നു നമ്മുടെ സമയം പോലും അറിയാനുള്ള ഒരു മാർഗം ശരിക്കും റേഡിയോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ റെഡി ആവുന്നത്, ഇന്ന സമയത്താണ് സ്കൂളിൽ പോകേണ്ടത്, അതെ അതെ അങ്ങനെ ആയിരുന്നു. അപ്പൊ അങ്ങനെ അത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് വരുമെന്നോ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ കഴിയുമെന്നോ എന്നുള്ള ഒരു ചിന്തയും വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. സൗഹൃദമാണ് ഈ പോക്കുവെയിലിൻ്റെ ഒരു പ്രധാനമെന്ന് ഞാൻ ഈ കേൾവിക്കാരെന്ന നിലയിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രേക്ഷകനോട് അല്ലെങ്കിൽ പ്രേക്ഷകരോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗഹൃദത്തിൻ്റെ ഒരു വികാരം എന്താണ്? ശരിക്കും സൗഹൃദം വളരെ ചെറുതാണ്. ഒരുപാട് സൗഹൃദങ്ങളുള്ള ആളല്ല ഞാൻ, ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു കഴിവും ഇല്ല. എന്നാലും ഉള്ള സൗഹൃദങ്ങൾ വളരെ കാര്യമായി കൊണ്ടുപോകുന്ന ഒരാളാണ്. ഇത് ഈ ഒരു പോക്കുവെയിൽ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ശരിക്കും എന്നെ സംബന്ധിച്ചുള്ള യാദൃച്ഛികമായിട്ട് എന്നിൽ വന്നു ചേർന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു പ്രോഗ്രാം റേഡിയോയുടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അത് ഇതിൻ്റെ റേഡിയോയുടെ മധുജൻ സാറാണ് അത് ചെയ്തിരുന്നത്. പിന്നീട് അത് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു, യാദൃച്ഛികമായി അത് ചെയ്തു തുടങ്ങുന്ന സമയത്ത് നമ്മളോട് സംസാരിക്കുന്നത് പ്രായമുള്ള, ഇപ്പോൾ നമ്മുടെ അമ്മാവന്മാരുടെയും അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ പ്രായമുള്ള അല്ലെങ്കിൽ ചേച്ചിമാരൊക്കെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. എപ്പോഴും വീട്ടിലെ അവർക്കൊരു ഒറ്റപ്പെടലും വർത്തമാനം പറയാൻ ആളില്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ട്. എനിക്ക് പൊതുവെ കുറച്ച് മുതിർന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കാം, നമ്മുടെ ഒരമ്മ, നമ്മുടെ അമ്മ, നമ്മുടെ അച്ഛൻ, അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ ഒരു ഇഷ്ടമുണ്ട്. ഞാൻ പണ്ട് ആഗ്രഹിച്ചത് ഒരു ബാങ്കിൽ, ഒരു സാധാരണ ബാങ്കിൽ ജോലിയാണ്. SBI ബാങ്ക് അല്ല എൻ്റെ മനസ്സിൽ, DCB പോലുള്ള കൊച്ചു ബാങ്ക്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവരൊന്ന് മക്കളെ അതൊന്ന് ഫില്ല് ചെയ്ത് തരൂ, ഇതൊന്ന്. അപ്പം ഞാൻ ഇപ്പം ബാങ്കിൽ പോയാലും 3-4 പേര് എല്ലാവരെയും നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്തു തരുന്ന ആളാണോ, മുഖഭാവം കാണാൻ പറയാം. അപ്പം അങ്ങനെ ഉള്ള ഒരു കാര്യമുണ്ട്. അപ്പം ആ ഒരു മനോഭാവം ആയിരിക്കണം ഇതിലെനിക്ക് അവരോട് കൂടുതൽ വർത്തമാനം പറയാൻ പറ്റുന്നത്. അവരുടെ ഭാഷയിൽ അവർക്കിപ്പോൾ വലിയ വലിയ കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവർ വീട്ടിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കി, എന്തൊക്കെയാണ് വിശേഷം, സുഖമാണോ, അപ്പോൾ എന്താ അപ്പം പറയാം ഒരുപാട് അസുഖമുണ്ട്, മരുന്നൊക്കെ കഴിക്കുന്നു, അപ്പം അതൊക്കെ എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് എങ്ങനെ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നതെന്ന് വെച്ചാൽ അതെനിക്ക് അറിഞ്ഞുകൂടാ. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരു മനസ്സ് തുറന്ന് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മാധ്യമവും മനസ്സും അതാവുമ്പോഴാണ് ഈ ആർട്ടിഫിഷ്യലായിട്ട് ഈ കാര്യം നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരോട് അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ പറ്റൂ. അതുപോലെ ശ്രദ്ധിക്കുന്നത് ഒരു ആദ്യമായി വിളിക്കുന്ന ഒരു പ്രേക്ഷകർ ഈ സംസാരിച്ച് തുടങ്ങാൻ അവർക്ക് പലപ്പോഴും പറയൂ എന്ന് നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അവരെ ഒരു ബോധപൂർവം ഈ ഒരു സംസാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള പ്രത്യേക കഴിവാണ്. കാരണം അത് നമ്മൾ തിരിച്ചറിയുന്നത് എപ്പോഴാണെന്ന് അറിയോ, ഈ ചില ഗസ്റ്റുകൾ വന്നിട്ട് പിന്നെ പ്രേക്ഷകരോട് സംസാരിക്കുമല്ലോ, അവരാദ്യം പറയും. കാരണം അവർക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് കുറവുണ്ട്. അപ്പോൾ അവർ ഉണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ നിശബ്ദത വരികയോ ഒരു ലാഗ് ഫീൽ ചെയ്യും. പക്ഷെ ഈ സ്ഥിരമായി ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ അവരെ ഈ സംസാരിപ്പിച്ച് കൊണ്ടുവരുന്നതിനുള്ളൊരു മിടുക്ക് ഇപ്പൊ 2ാമത് 3ാമത് വിളിക്കുന്നവർ ഓക്കെ, അത് ഓക്കെ. പക്ഷെ ആദ്യമായി വിളിക്കുന്ന ഒരാളാണ് അവർ സംസാരിക്കുക. ആ ഒരു ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അവര് സംസാരിക്കുമ്പോൾ നമുക്കറിയാം അവർക്ക് എന്തിലാണ് ഒരു ഇൻട്രസ്റ്റ്. കുറച്ച് സംസാരിച്ച് വരുമ്പോൾ തന്നെ ചിലർ പറയും എനിക്ക് കൃഷിയോട് ഭയങ്കര പാഷനാണ്, ചിലർ പറയും വായിക്കാൻ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ പാചകം ചെയ്യാൻ ഇഷ്ടം, അല്ലെങ്കിൽ നന്നായിട്ട് പാട്ട് പാടുന്നത്. അപ്പം ഇത് അവരുടെ വർത്തമാനത്തിൽ നിന്ന് തന്നെ നമുക്കതിൻ്റെ ഒരു സ്പോട്ട് കിട്ടും. പിന്നെ അത് വെച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണുള്ളത്. അല്ല, അതിനൊരു എന്തും വേണം. ചില വാചകം കൊണ്ട് അങ്ങനെ വീർപ്പുമുട്ടിക്കുന്ന ചിലവരെ തന്ത്രപൂർവ്വം നിങ്ങളെ ഞാൻ സ്റ്റോപ്പ് ചെയ്യിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലിരുത്തിക്കൊണ്ട്, കാരണം നമുക്കിവിടെ റേഡിയോയ്ക്ക് ടൈം ലിമിറ്റ് ഉണ്ട്, അപ്പൊ അത് പാലിച്ചുകൊണ്ട് അവരെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം. അതിനും വേണം അല്ലേ? പക്ഷേ സ്റ്റോപ്പ് ചെയ്യിക്കുന്നു എന്ന് അവരറിയാൻ. അപ്പൊ അതിനിടയിൽ നമ്മൾ അപ്പൊ ഏത് പാട്ടാണ്
അപ്പോൾ അങ്ങനെ അത് നമ്മൾ അത് ആ ഒരു സമയം ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ റേഡിയോയുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2-3 മിനിറ്റ് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്ന രീതി അല്ല. അവർ വർത്തമാനം പറയാനാണ് വിളിക്കുന്നത്. വർത്തമാനം പറയിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം. അപ്പൊ അതിനനുസരിച്ച് ഒരു 10 മിനിറ്റ് വരെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പറഞ്ഞാലും തീരൂല, വിശേഷങ്ങൾ ഇങ്ങനെ അനവധിയാണ്. ഒറ്റയ്ക്ക് എനിക്ക് തോന്നുന്നത് അവർക്ക് ഇതേപോലെ വർത്തമാനം പറയാൻ പലർക്കും കഴിയുന്നില്ല തോന്നുന്നു. അപ്പൊ ഒരാളിനെ കിട്ടുമ്പോൾ അന്ന് മനസ്സ് തുറന്ന് അത് എന്റെ മോളാണ് എന്ന് അമ്മമാർ, അല്ല എന്റെ ഒരു സഹോദരിയാണ് എനിക്ക് തുറന്ന് പറയാൻ കാര്യം എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടായാൽ മാത്രമേ ഈ സംസാരം ക്ലിയറായി നടക്കും, അല്ലേ? അപ്പൊ അതിലേക്ക് നമ്മൾ വഴി വരുന്നു എന്നുള്ള വലിയ കാര്യമാണ്. ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ യേശുദാസിനെ പോലെ പാടുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ ചിത്രയെ പോലെ പാടുന്നില്ലായിരിക്കാം, പക്ഷെ പാട്ട് പാടുന്നു എന്നുള്ളതാണ് പ്ലസ് പോയിന്റ്, അല്ലേ? അപ്പൊ അത് സങ്കോചമില്ലാതെ നമ്മൾ പാടുന്നു, അത് ആസ്വദിക്കുന്നു, പ്രേക്ഷകർ പാടുന്നു. അവർക്കും വേറെ പിന്നെ അത്യാവശ്യം പാട്ട് പാടാനായി വിളിക്കുന്ന ചിലരെങ്കിലും ഒരു പാട്ട് 4 പേര് എന്റെ പാട്ട് ഇവിടെ കേൾക്കട്ടെ എന്ന് കരുതി വിളിക്കുന്നവരും ഇതിനകത്തുണ്ട്, അല്ലേ? അപ്പൊ അതൊരു പാട്ട് പ്രോഗ്രാമാണെങ്കിൽ ആ പാട്ടിനോട് കൂടുതൽ ഇഴുകി ചേർന്നുകൊണ്ടുള്ള ചില എന്താണ് വർത്തമാനങ്ങൾ, പാട്ട് പാടലും തിരിച്ചു പാടലും, അതൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിന് കൂടുതൽ ഭംഗിയാക്കുന്നതെന്ന് ഊർജം എന്ന് പറയുന്നതാണ്. പിന്നെ ചില അമ്മമാരെ വിളിച്ചിട്ട് ഞാനൊരു 4 പേര് പാടി നീണ്ടു പോകും. പിന്നെ അതിന്റെ ഇടയ്ക്ക് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ചിലപ്പോൾ പറ്റാതെ. എന്നാൽ അവർക്ക് കിട്ടുന്ന ഒരു അവസരം ചിലപ്പോൾ ഈ നമ്മൾ പറയുന്ന പോലെ അതെ ഒരുപാട് തവണ വിളിച്ചിട്ടാണ് കോള് കണക്ട് ആവുന്നത്. പിന്നെ അതിലൊന്നും പലപ്പോഴും സംഗതികളൊന്നും നമ്മൾ നോക്കാറില്ല. കാരണം വീട്ടിലിങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് കുറച്ച് സമയം കിട്ടി 3 മണി നോക്കിയിരിക്കുന്ന ആൾക്കാർ പ്രോഗ്രാമിന്റെ ഒരു ഷെഡ്യൂളൊന്ന് കുറഞ്ഞു. കാരണം നമുക്ക് പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് വേണം ആ സമയത്തിന് വേണ്ടി ഇരിക്കാൻ. അപ്പൊ അങ്ങനെ വരുമ്പോ ഒന്ന് ഇതാക്കിയതാണ്. നമ്മൾ ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ പ്ലാൻ ചെയ്യേണ്ടി വരും. TV കാര്യങ്ങളിലൊക്കെ അതിലൊക്കെ നമുക്ക് റീച്ച് നമുക്ക് ഒരു പ്രത്യേക അറിയാൻ പറ്റും, അല്ലേ? കാരണം ഏറ്റവും കൂടുതൽ കാണുന്നത് ആരാണ് നമുക്ക് ഇതിനൊരു സംവിധാനം. ഇതിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. എത്ര പേരാണ് റേഡിയോ ശ്രവിക്കുന്നതെന്നുള്ള വ്യക്തമായ ലിസ്റ്റ് നമുക്ക് കിട്ടും. അപ്പൊ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. നല്ല റീച്ചുണ്ട്. അല്ല ഈ ഒന്ന് ഈ നമ്മൾ സാധാരണ ഒരു FM പ്രവർത്തിക്കുന്നത് ഒരു ഏരിയ ഉണ്ട്, ഒരു ഏരിയ പരിധി. പക്ഷെ ഒരു ഫോണിലൂടെ ഡൗൺലോഡ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സംവിധാനം ഇപ്പൊ ഇതിനും ഉണ്ടല്ലോ. പക്ഷെ അപ്പോൾ രാജ്യത്തിന്റെ ഏത് ഭാഗത്തു നിന്നും നമ്മളോട് വിളിക്കാനും അല്ലെങ്കിൽ ഇത് കേൾക്കാനും റേഡിയോ പരിപാടി കേൾക്കാനുമുള്ള ഒരു അവസരം, അല്ലേ? തീർച്ചയായും ഇപ്പോൾ ഇതിനുണ്ട്. പലരും വളരെ സ്ഥിരമായി ഇത് കേൾക്കുന്ന നല്ലൊരു വിഭാഗം ആൾക്കാർ ഇപ്പോൾ വടനാട് മാത്രമല്ല, റേഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ റേഡിയോയ്ക്കും അതിൻ്റെതായ ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ നമുക്ക് ഈ റേഡിയോയ്ക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിലുള്ള ആൾക്കാർ മറ്റുള്ളവരോട് ഇതിനകത്തോട്ട് ആഡ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് പല ജില്ലകളിൽ നിന്ന് ആൾക്കാർ വിളിക്കുന്നത്. പാലക്കാട് നിന്നും കണ്ണൂരിൽ നിന്നും മലപ്പുറത്തു നിന്നും ഒക്കെ നമുക്ക് ശ്രോതാക്കളുണ്ട്. അപ്പൊ ഒരു ശ്രോതാവ് നമ്മുടെ പ്രോഗ്രാം കേട്ടിട്ട് സന്തോഷത്തോടുകൂടി അവരൊരു ഷെഫാണ്, ഭയങ്കര കാര്യമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അവർ കുറേ സാധനങ്ങൾ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ പേർക്ക് ഇങ്ങോട്ട് അയച്ചു തരും. ഫുഡ് ഐറ്റംസ് കൊണ്ടുവരും. കാണാൻ വരുമ്പോൾ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികൾ കൊണ്ടുതരും. അപ്പൊ നേരിട്ടൊന്ന് കാണണം, ഒന്ന് കണ്ടാൽ മതി, ഒന്ന് വന്നോട്ടെ. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സ്നേഹത്തിന്റെ ഒരു വരാറുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ ഒരു പേഴ്സണൽ എന്ന് തോന്നാമെങ്കിൽ റേഡിയോയുടെ തുടക്കം മുതലുള്ള അവസാനം വരെ ഉള്ള എല്ലാ പ്രോഗ്രാമുകളിലും മോദി സാറിൻ്റെ ഒരു കയ്യൊപ്പ് അല്ലേ? അത് കേൾക്കുന്ന ആൾക്ക് വരെ അറിയാം. പിന്നെ കൂടാതെ സൈക്കോ പാർക്കിൻ്റെ പ്രവർത്തനങ്ങൾ, പിന്നെ കരുണാസായി മറ്റേ ഈ ഡീലക്ഷൻ സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾ, പിന്നെ ഇതിൻ്റെ ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നു. അതായത് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഈ എന്താണ് നെട്ടോട്ടത്തിൽ ആ ഒരാളിന് അതിൻ്റെതായ ഒരു ടെൻഷൻ ഉണ്ടാവും. ജീവിതയാത്രയിൽ ഒപ്പം കൂടിയ ഒരാളെന്ന് എങ്ങനെയാണ് അതിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നത്? ശരിക്കും നമ്മള് എന്താണ് ഇവിടെ ഒരു ഒഫീഷ്യൽ എന്നുള്ള ഒരു പേഴ്സണൽ ലൈഫിനേക്കാൾ കൂടുതൽ നമുക്കുള്ളത് ഒരു ഒഫീഷ്യൽ ലൈഫാണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഒരുമിച്ച് ഇവിടെ. അപ്പൊ ഏതൊരു കാര്യത്തിലും
ഒരുമിച്ചാണ്. ഒരു പ്രോഗ്രാം വന്നാലും റേഡിയോയുടെ കാര്യത്തിലായാലും സൈക്കോ പാർക്കിന്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് പലപ്പോഴും വേർതിരിച്ചെടുക്കാൻ പറ്റാത്തതാണ് പേഴ്സണലി. അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്നൊക്കെ ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്. ഈ ഓരോ ഡയലോഗ് എഴുതുമ്പോഴും ഒരു പരന്ന വായനയും ഇല്ലാത്ത ഒരാൾ എഴുതാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. എന്റെ ജീവിതാനുഭവങ്ങളും വായനയും പിന്നെ ഈ ഒരു സൈക്കോളജി ഫീൽഡും ഒക്കെ അതിനൊരു ഘടകമാണ്. പിന്നെ എഴുത്ത് പൊതുവെ ക്രിയേറ്റീവ് ഉള്ളിലുള്ള ഒരു കാര്യം. അപ്പൊ അത് അതെ സ്വാഭാവികമായിട്ട് അത് വന്നുകൊണ്ടിരിക്കുന്ന സംസാരം അല്ല അതിൽ വേറെ ആരുടെ ഹെൽപ്പില്ല, സ്വന്തമായിട്ട് തന്നെ. എനിക്ക് അതിലങ്ങനെ ഒരു അതില്ല. അതിനൊരു നമ്മളതിനൊരു ഒന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പൊ അത് നമ്മൾ സ്വാഭാവികമായി കുറച്ച് കാര്യങ്ങൾ കുറിച്ച് വെക്കും. അല്ലെങ്കിൽ അത്ര വിഷു അല്ലെങ്കിൽ ഇന്ന് വായനാ ദിനമാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഇപ്പൊ എഴുത്തുകാരോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഓർമ്മ ദിനമോ അങ്ങനെയൊക്കെ വരുമ്പോ അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ട് പോകും. അത് ആൾക്കാരിൽ ഒരു വായനയുടെയും ഒരു ഇത് വരുത്താൻ നല്ലൊരു സഹായമായിരിക്കും. ഇപ്പോ നമ്മൾ ഈ റേഡിയോയിൽ പരസ്യം കേൾക്കുന്നില്ല. തുടക്കത്തിൽ കുറച്ചൊക്കെ കേൾക്കുന്നു. പ്രാദേശിക തലത്തിലുള്ള ചില വേണ്ടാന്ന് വെച്ചതാണോ അതോ ഇനി അതിലേക്ക് ഉണ്ടോ? തീർച്ചയായിട്ടും ആവശ്യമാണ്. പരസ്യം ഒരു പരിധി ഒരു ഇത്തരത്തിലുള്ള മാധ്യമം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു നിലനിൽപ്പ്, അതിൻ്റെ ഒരു സാമ്പത്തിക അടിത്തറ എന്ന് പറയുന്നത് പരസ്യമാണ്. നമ്മുടെ കുറച്ച് ഗവൺമെന്റിന്റെ പരസ്യങ്ങളൊക്കെ വരുന്നത് വിമുക്തിയുടെയും സെൻസസിന്റെയും ശുദ്ധ മിഷന്റെ ഒക്കെ പരസ്യം, നമ്മുടെ എയ്ഡ് സെല്ലിന്റെ ഒക്കെ പരസ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ശരിക്കും നമ്മൾ ഈ ഒരു ലോക്കലായിട്ടുള്ള കുറച്ച് പരസ്യങ്ങളൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാം. പക്ഷെ ഇതൊരു കമ്മ്യൂണിറ്റി റേഡിയോ ആണ്. അപ്പൊ ഇത്ര റീച്ച് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത്ര കിലോമീറ്റർ ചുറ്റളവിലാണ്. അപ്പൊ നമ്മളിപ്പോ വേറൊരാളെ സമീപിക്കുമ്പോൾ ഇത് ഏതുവരെ നമുക്ക് കേൾക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും പരസ്യത്തിന്റെ ഒരു കുറവ്. എന്നാലും പരസ്യം വേണം. പരസ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നിലനിന്ന് പോകാനായിട്ട് പറ്റുള്ളൂ. അത് വേണ്ടാന്ന് വെച്ചിട്ടല്ല, എന്നാലും ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. ഓണം അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മളിപ്പോ ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. അയാൾ മോശമാണ്, ഇനി വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റുന്ന ഒന്നുമില്ല. രാത്രി 11 മണി വരെയുള്ള എല്ലാ പ്രോഗ്രാമും. അതിനാദ്യമേ തന്നെ നിങ്ങളെ ടീമിന് ഒരു അഭിനന്ദനം. തീർച്ചയായും ഫുൾ സാറാണ് ഇത് ചെയ്യുന്നത്. അതിനകത്ത് ആരും കൈയടത്താറുമില്ല. സാറിൻ്റെതായ ഒരു ടച്ച് ഉണ്ടായിരുന്നു. നമ്മൾ ആരെങ്കിലും ചെയ്താൽ അത്രയും ഒരു ഇതിലേക്ക് ആ ഡെപ്തിലേക്ക് വരും. പിന്നെ ഇപ്പം സൗണ്ട് എഞ്ചിനീയർ ആയാലും മറ്റ് അനൗൺസേഴ്സ് ആയാലും അനൗൺസേഴ്സ് ഒക്കെ വന്നു പോകുന്നത് ഇന്ന് വന്ന് ചെയ്തു പോകുന്നു, അടുത്ത അവരുടെ വരുമ്പോൾ അങ്ങനെ ചെയ്യും. അല്ലാതെ നിലവിൽ നമുക്ക് സ്റ്റാഫിന്റെ എണ്ണം വളരെ പരിമിതമാണ്. പക്ഷെ അവർ വളരെ ആത്മാർത്ഥമായിട്ട് വളരെ റെസ്പോൺസിബിൾ ആയിട്ട് അത് കറക്റ്റായിട്ട് ചെയ്തു പോകുന്നുണ്ട്. അതാണ് നമ്മുടെ ഒരു വിജയം. പോക്കുവെയിൽ എന്ന പ്രോഗ്രാം ഇനിയും വളരെ ഭംഗിയായി നടക്കട്ടെ. അതിലൂടെ ഈ സൗഹൃദത്തിൻ്റെ സുഗന്ധം ഇനിയും പരക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്തായാലും ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ എന്നെ പങ്കെടുപ്പിക്കാൻ തോന്നിയ ഒരു മനസ്സിന് എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുന്നു. കാരണം ഇതൊരു ശരിക്കും ഒരു സായന്തനത്തിൻ്റെ പ്രോഗ്രാമാണ്. സായന്തനത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രോഗ്രാമാണ്. അവർക്ക് നമുക്ക് കൊടുക്കാൻ വരുന്നൊരു സാന്ത്വനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അത് കേൾക്കുന്നുണ്ടെന്ന് അറിയാനുണ്ട്. ഒരുപാട് പേര് വിളിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ശബ്ദം കാത്തിരിക്കുന്നവരുടെ ഇന്നലെ തന്നെ ഒരു ശ്രോതാവിനോട് പറഞ്ഞത് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പെട്ടെന്ന് മാഡത്തിന്റെ ശബ്ദം കേട്ട് ടീച്ചറുടെ ശബ്ദം കേട്ട് ഞാൻ ഉണർന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ അവിടെ വന്നു എന്ന് വരെ വിചാരിച്ചു. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലായില്ല. അങ്ങനെയാണ് ഞാൻ ചാടി വിടുന്നതിന് പോക്കുവെയിലിന്റെ സമയം ആയോ. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശബ്ദം സന്തോഷം. അപ്പൊ അങ്ങനെയുള്ള കുറെ സന്തോഷങ്ങളാണ് എനിക്ക് ഒരു പ്രോഗ്രാം പകർന്നു തരുന്നത്. ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇവിടെ വന്നതിനുള്ള സന്തോഷം അറിയിക്കുന്നു.